സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പിലുള്ള 4 മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ടൊരു ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അത് കയറിയാൽ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നിങ്ങൾ കയറി കാണാവുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്താണ് പോയത്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ മോഡൽ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ 80 മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു സ്പെഷ്യൽ ടോപ്പിക്സോട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പഠിക്കുന്ന കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC-യുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വരുന്നത് 1861 ജനുവരി 1 നിലവിൽ വന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ ബി 23 അധ്യായങ്ങളിലായി 511 വകുപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ സി രൂപീകരിക്കാൻ കാരണമായ കമ്മീഷനാണ് മെക്കാളെ കമ്മീഷൻ. ഓപ്ഷൻ ഡി മെക്കാളെ കമ്മീഷനെ നിയമിച്ചത് വില്യം ബെൻഡിക് പ്രഭു ആണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളതും ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷനും വരുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം. മെക്കാളെ കമ്മീഷനെ നിയമിച്ചത് വില്യം ബെൻഡിക് പ്രഭു ആണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷനാണ് മെക്കാളെ. IPC രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ മെക്കാളെ കമ്മീഷനാണ്. അതുപോലെ തന്നെ 23 അധ്യായങ്ങളിലായി 511 വകുപ്പുകളുണ്ട്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് 1861 ജനുവരി 1 IPC നിലവിൽ വന്നത്. അപ്പോൾ അതുകൂടെ പഠിച്ചു വെച്ചോ. IPC നിലവിൽ വന്നത് 1861 ജനുവരി 1862 1862 ജനുവരി 1 അപ്പോൾ മറക്കല്ലേ, 1862 1862 ജനുവരി 1 IPC നിലവിൽ വന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ 23 അധ്യായങ്ങളും 511 വകുപ്പുകളും ഉണ്ട്, സെക്ഷൻസും 511 സെക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷനാണ് മെക്കാളെ കമ്മീഷൻ. മെക്കാളെ കമ്മീഷനെ നിയമിച്ചത് വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇത്രയും ക്ലിയർ ആയേ? അപ്പോൾ നിലവിൽ വന്ന ഡേറ്റ് എന്നാണ് ഒന്നുകൂടെ പറയാം. 1862 ജനുവരി 1 IPC നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC-ലെ സെക്ഷൻ 326A എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 326A എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ അന്യായമായ തടസ്സപ്പെടുത്തൽ, ഓപ്ഷൻ ബി ആൾമോഷണം, അതുപോലെ തന്നെ ഓപ്ഷൻ സി കഠിനമായ ദേഹോപദ്രവം, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ആസിഡ് ആക്രമണം. അപ്പോൾ ആസിഡ് ആക്രമണം. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? ഇതാണ് സെക്ഷൻ 326A ഏതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 326 എന്ന് പറയുന്നത് ആസിഡ് ആക്രമണത്തെക്കുറിച്ചാണ് സെക്ഷൻ 326 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ആസിഡ് ആക്രമണമാണ് സെക്ഷൻ 326. IPC സെക്ഷൻ 326A എന്ന് പറയുന്നത് ആസിഡ് ആക്രമണത്തെക്കുറിച്ചാണ്. അപ്പോൾ ആസിഡ് ആക്രമണത്തെക്കുറിച്ച് പറയുന്നത് IPC-യുടെ സെക്ഷനാണ് സെക്ഷൻ 326A. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ എന്താണ്? കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു ശിക്ഷകളോടൊന്ന് പറഞ്ഞു പോകാമെന്ന്. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. ആസിഡ് ആക്രമണത്തിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 326A ആണ്. അതിൻ്റെ ശിക്ഷ എന്താണ് കിട്ടുന്നത്? ആസിഡ് ആക്രമണത്തിൻ്റെ ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതോ അതുപോലെ തന്നെ ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും അല്ലെങ്കിൽ പിഴ ശിക്ഷയുമാണ് ലഭിക്കുന്നത്. തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. അപ്പം ആസിഡ് ആക്രമണം സെക്ഷൻ 326A IPC സെക്ഷൻ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും അത് കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനോട് പറഞ്ഞു പോകാം. നമുക്ക് പറഞ്ഞു പോകാം. അന്യായമായ തടസ്സപ്പെടുത്തൽ ഏത് സെക്ഷനാണ്? നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 339.
339 അന്യായമായ IPC സെക്ഷൻ 339 അന്യായമായ തടസ്സപ്പെടുത്തൽ വരുന്നത്. അന്യായമായ തടസ്സപ്പെടുത്തുന്നതിനുള്ള ശിക്ഷ എന്താണ്? 1 മാസത്തെ തടവ് ശിക്ഷയോ അതുപോലെ തന്നെ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. അപ്പം അന്യായമായ തടസ്സപ്പെടുത്തലിൻ്റെ സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 339 അന്യായമായ തടസ്സപ്പെടുത്തൽ. മറക്കല്ലേ അന്യായമായ തടസ്സപ്പെടുത്തൽ IPC സെക്ഷൻ 339. അതുപോലെ തന്നെ ശിക്ഷ എന്ന് പറയുന്നത് 1 മാസത്തെ തടവ് ശിക്ഷയോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. അതുപോലെ തന്നെ അടുത്തത് ആൾമോഷണത്തിൻ്റെ സെക്ഷൻ ഏതാണ് വരുന്നത്? IPC സെക്ഷൻ 359 ആൾമോഷണം വരുന്നത്. IPC സെക്ഷൻ 359 ആൾമോഷണത്തിൻ്റെ സെക്ഷൻ വരുന്നത്, IPC സെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ IPC സെക്ഷൻ ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള സെക്ഷൻ വരുന്നത് IPC സെക്ഷൻ 363 IPC സെക്ഷൻ 359 ആൾമോഷണം, അതിനുള്ള ആൾമോഷണം IPC സെക്ഷൻ 359. ആൾമോഷണത്തിനുള്ള ശിക്ഷ വരുന്നത് IPC സെക്ഷൻ 363. ശിക്ഷ എന്താണ്? 7 വർഷം തടവും പിഴയുമാണ്. 7 വർഷം തടവും പിഴയാണ് ആൾമോഷണത്തിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് കഠിനമായ ദേഹോപദ്രവം IPC സെക്ഷൻ 320. കഠിനമായ ദേഹോപദ്രവം IPC സെക്ഷൻ 320. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? അപ്പോൾ താഴെ കൊടുത്തതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPCയിൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ 301A ആണോ? ഓപ്ഷൻ ബി 301B ആണോ? ഓപ്ഷൻ സി 304A ആണോ? ഓപ്ഷൻ ഡി 304B ആണോ എന്ന്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി IPC സെക്ഷൻ 304B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. IPC സെക്ഷൻ 304B ആണ് ഇന്ത്യൻ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ്. അതുപോലെ തന്നെ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്താണ്? അതോടെ അങ്ങ് പഠിച്ചു വെച്ചോ. ഇതിനോട് അങ്ങ് പഠിച്ചു വെച്ചോ. 7 വർഷം കുറയാത്തതും ജീവപര്യന്തം വരെ ലഭിക്കാവുന്നതുമായ ശിക്ഷയാണ് സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷ വരുന്നത്. IPC സെക്ഷൻ 304B ആണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് ബാക്കിയുള്ളതോടെ ഒന്ന് പറഞ്ഞു. IPC സെക്ഷൻ 304A എന്താണ്? IPC സെക്ഷൻ 304A വരുന്നത് അശ്രദ്ധ മൂലമുള്ള മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. IPC സെക്ഷൻ 304A വരുന്നത് അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതാണ് IPC സെക്ഷൻ 304A വരുന്നത്. അതുപോലെ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചോ. നമ്മൾ ക്ലാസ്സിൽ ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. IPC സെക്ഷൻ 304A അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ IPC സെക്ഷൻ 304B സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷത്തിനുള്ളിൽ മരിക്കുമ്പോഴാണ് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുന്നത്? അതുകൊണ്ട് ഇതിൻ്റെ കൂടെ റിവിഷൻ വേണ്ടി ഓർത്ത് വെച്ചോ. 7 വർഷത്തിനുള്ളിലാണ്. 7 വർഷത്തിനുള്ളിൽ. അപ്പം സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്താണ്? 7 വർഷം കുറയാത്തതും ജീവപര്യന്തം വരെ ലഭിക്കാവുന്നതുമായ ശിക്ഷയാണ് സെക്ഷൻ 304B സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. IPC സെക്ഷൻ 304A എന്ന് പറയുന്നത് അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത് IPC സെക്ഷൻ 304A വരുന്നത്. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. അടുത്തത് IPC സെക്ഷൻ 301. IPC സെക്ഷൻ 301 പറയുന്നത് മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ചാണ്. അപ്പോൾ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ചുള്ള സെക്ഷനാണ് IPC സെക്ഷൻ 301 വരുന്നത്. IPC സെക്ഷൻ 301 വരുന്നത്. നമുക്കിത് 301 നമുക്ക് പഠിക്കാനുള്ളത്. 301Aയും Bയും ആയിട്ട് നമ്മുടെ സിലബസിൽ ഇല്ല. അപ്പോൾ ഓർത്ത് വെച്ചോ. IPC സെക്ഷൻ 301 എന്ന് പറയുന്നത് മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയാണ് IPC സെക്ഷൻ 301 വരുന്നത്. ക്ലിയർ ആയി? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വലിയ അഗ്നിബാധ ഉണ്ടാവുന്ന സമയത്ത് മറ്റു ജീവനുകൾ രക്ഷിക്കുന്നതിനായി തീ വ്യാപിക്കാതെ ഇരിക്കാൻ ഒരു വ്യക്തി കെട്ടിടം പൂർണ്ണമായും പൊളിച്ചിടുന്നു. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എന്ത് തരത്തിലുള്ള കുറ്റമാണെന്നാണ് വരുന്നത്? ഓപ്ഷൻ എ കൊഗ്നൈസബിൾ ആയി കേസായി കണക്കാക്കും. ഓപ്ഷൻ ബി നോൺ കൊഗ്നൈസബിൾ കേസായി കണക്കാക്കും. ഓപ്ഷൻ സി കുറ്റമായി കണക്കാക്കില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വാറണ്ട് കേസായി കണക്കാക്കാം.
അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഇത് ലോജിക്ക് ബേസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു വലിയ അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഒരു വലിയൊരു തീപിടുത്തവും അഗ്നിബാധയും ഉണ്ടാകുന്ന സമയത്ത് മറ്റു ജീവനുകൾ രക്ഷിക്കുന്നതിനായി തീ വ്യാപിക്കാതെ ഇരിക്കാൻ ഒരു വ്യക്തിയുടെ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചിടുന്നു. അപ്പം ഈ പൊളിച്ചിടുന്ന ആൾ വലിയ തെറ്റല്ല ചെയ്തത്. കാരണം തീ വ്യാപിച്ച് ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു കുറ്റമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അത് ഒരു ലോജിക്കോടെ നോക്കണം. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലോജിക്കോടെ നോക്കണം. ഒരു വലിയ അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് ജീവനുകൾ രക്ഷിക്കുന്നതിനായി തീ വ്യാപിപ്പിക്കാതെ ഇരിക്കാൻ ഒരു വ്യക്തിയുടെ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചിടുന്നത്. അപ്പോൾ അതൊരു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റമായി കണക്കാക്കില്ല. മറക്കല്ലേ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിമിനൽ നടപടി ചട്ടത്തിലെ CRPCയിലെ കീഴിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 44 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 44 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ക്ലാസ് നമ്മൾ ചെയ്തതാണ്? സെക്ഷൻ 44 ബന്ധപ്പെട്ട് മോഡൽ ക്വസ്റ്റ്യൻ തന്നെ എത്ര ക്വസ്റ്റ്യൻ ചെയ്തതാണ്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റാണോ, വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശത്തെക്കുറിച്ചാണോ, ഓപ്ഷൻ സി മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റാണോ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വരുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ പരിശോധിക്കലാണോ? അപ്പോൾ നമുക്ക് പറഞ്ഞു പോവാം, ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ ആൻസറായിട്ട് വരുന്നത്? മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റാണ് വരുന്നത്. ഓപ്ഷൻ സി വരുന്ന ക്രിമിനൽ നടപടി ചട്ടത്തിൽ സെക്ഷൻ 44 വരുന്നത് ഓപ്ഷൻ സി അല്ലേ വരുന്നത് ആൻസറായിട്ട്? സെക്ഷൻ 44 CRPC സെക്ഷൻ 44 പ്രകാരം മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് സെക്ഷൻ 44, മറക്കല്ലേ, സെക്ഷൻ 44 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് വരുന്നത് സെക്ഷൻ 44. ക്ലിയറായേ? അതുപോലെ തന്നെ ബാക്കിയുള്ളതോടൊന്ന് പറഞ്ഞു പോവാം. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് വരുന്നതോ? സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് വരുന്ന സെക്ഷൻ ഏതാണ്? സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് വരുന്ന സെക്ഷൻ 43 ആണ്. CRPC സെക്ഷൻ 43, മറക്കല്ലേ. CRPC സെക്ഷൻ 43 ആണ് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയുടെ അവകാശത്തെക്കുറിച്ച് ഉള്ള ഇത് വരുന്നത് സെക്ഷൻ 50 ആണ് വരുന്നത്. സെക്ഷൻ 50 ആണ് വരുന്നത്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ പരിശോധിക്കൽ വരുന്നത് സെക്ഷൻ 51 ആണ് വരുന്നത്. 51 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലാം ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഒന്നുകൂടെ റിവിഷൻ ആവുമല്ലോ. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് CRPC സെക്ഷൻ 43, വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശം CRPC സെക്ഷൻ 50, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ് CRPC സെക്ഷൻ 44, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ പരിശോധിക്കൽ CRPC സെക്ഷൻ 51. ക്ലിയർ ആയതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തേ? ഒന്ന് റിവിഷൻ പോലായി. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, FIRനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ക്രിമിനൽ നടപടി ചട്ടത്തിലെ വകുപ്പ് ഏത്? അപ്പോൾ FIRനെ പറ്റി പ്രതിപാദിക്കുന്ന ക്രിമിനൽ നടപടി ചട്ടത്തിലെ വകുപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വകുപ്പ് ഏതെന്നാണ്? ഓപ്ഷൻ എ 147 ആണോ, 154 ആണോ, 167 ആണോ, 163 ആണോ? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 154 ആണ് FIRനെ കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ ചട്ടം വരുന്നത്. ഓപ്ഷൻ ബി 154 ആണ്. സെക്ഷൻ 154 FIRോട് ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങ് പഠിച്ചു വെച്ചോണേ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ 2 സെക്ഷനും നമ്മുടെ സിലബസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 167 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സെക്ഷൻ 167 എന്താണ്? നമ്മൾ CRPC സെക്ഷൻ 167 എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 24 മണിക്കൂറിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് IPC സെക്ഷൻ 167 നമ്മൾ പഠിച്ചത്. ക്ലിയറായ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്രിമിനൽ നടപടി ചട്ടത്തിലെ വകുപ്പുകളിലെ തെറ്റായ ജോഡി. അപ്പം CRPC ചട്ടത്തിലെ വകുപ്പുകളിലെ തെറ്റായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെക്ഷൻ 2C കൊഗ്നൈസബിൾ, ഓപ്ഷൻ ബി സെക്ഷൻ 2W സമൻസ് കുറ്റം, ഓപ്ഷൻ സി സെക്ഷൻ 2N നോൺ കോഗ്നൈസബിൾ കുറ്റം, ഓപ്ഷൻ ഡി സെക്ഷൻ 2A ജാമ്യം അനുവദിക്കേണ്ട കുറ്റം. അപ്പോൾ ഇതിലേതാണ് തെറ്റായിട്ടുള്ള ജോഡികളെന്ന് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായിട്ടുള്ള ജോഡി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ എല്ലാം നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 2C CRPC സെക്ഷൻ 2C കോഗ്നൈസബിൾ കുറ്റം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോഗ്നൈസബിൾ കുറ്റമാണ് ഓപ്ഷൻ 2C വരുന്നത്. അതുപോലെ ഓപ്ഷൻ ബി 2W സമൻസ് കുറ്റം ശരിയായിട്ടുള്ളതാണ്. സമൻസ് വരുന്നത് ഇതിനകത്താണ്. സെക്ഷൻ 2N വരുന്നത് നോൺ കോഗ്നൈസബിൾ കുറ്റം.
നോൺ കോഗ്നൈസബിൾ കുറ്റം, അത് തെറ്റായിട്ടാണ്. സെക്ഷൻ 2N വരുന്നത് എന്താണ്? കുറ്റമാണ്, ഒഫൻസിനെ കുറിച്ചാണ് വരുന്നത്. സെക്ഷൻ 2N ഒഫൻസിനെ കുറിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 2A വരുന്നത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം സെക്ഷൻ 2N വരുന്നത് എന്താണ്? 2N വരുന്നത് കുറ്റമാണ്. കുറ്റം ഒഫൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുറ്റം ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതായത് സെക്ഷൻ 2N കുറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് 1871 കന്നുകാലി അതിക്രമ നിയമത്തിലെ സെക്ഷൻ 20 താഴെയുള്ള ശിക്ഷായോഗ്യമായിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും നമ്മൾ കുറ്റം എന്നും പറയും. ഇപ്പം നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സെക്ഷൻ 2N കുറ്റം ഒഫൻസ് വരും. അതുപോലെ തന്നെ നോൺ കോഗ്നൈസബിൾ കുറ്റത്തിൻ്റെ സെക്ഷൻ എത്രയാണ്? നോൺ കോഗ്നൈസബിൾ കുറ്റത്തിൻ്റെ സെക്ഷൻ എത്രയാണ്? നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 2L ആണ്. അതായത് CRP സെക്ഷൻ 2L ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞു, അപ്പോൾ ഒന്ന് റിവിഷൻ പോലെ ആവുമല്ലോ. കോഗ്നൈസബിൾ കുറ്റം എന്താണ് വരുന്നത്? കോഗ്നൈസബിൾ കുറ്റം വരുന്നത് സെക്ഷൻ 2L ആണ്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് പറഞ്ഞു പോകാം. CRP സെക്ഷൻ 2C കോഗ്നൈസബിൾ കുറ്റം, CRP സെക്ഷൻ 2W സമൻസ് കുറ്റം, അതുപോലെ തന്നെ നോൺ കോഗ്നൈസബിൾ കുറ്റം CRP സെക്ഷൻ 2L, CRP സെക്ഷൻ 2A ജാമ്യം അനുവദിക്കേണ്ട കുറ്റം, അതുപോലെ തന്നെ CRP സെക്ഷൻ 2N വരുന്നത് കുറ്റം അഥവാ ഒഫൻസ് എന്നാണ് വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ വസ്തുക്കളുടെ പ്രസക്തി, ഓപ്ഷൻ ബി തെളിവ് ഹാജരാക്കലും അതുപോലെ തന്നെ അതിൻ്റെ ഫലവും, ഓപ്ഷൻ സി വരുന്നത് തെളിവിനെ സംബന്ധിച്ച്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? നമുക്ക് ലോജിക് വൈസ് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് വരുന്നത്. അതായത് എവിഡൻസ് ആക്ട് എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ പ്രസക്തി അത് എവിഡൻസ് വരില്ലേ? അതുപോലെ തന്നെ തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും അതും എവിഡൻസ് വരത്തില്ലേ? തെളിവിനെ സംബന്ധിച്ച് അതും എവിഡൻസ്. അപ്പോൾ ഇതെല്ലാം എവിഡൻസിനെ സംബന്ധിച്ച് വരുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ അത് ഓപ്ഷൻ ഡി അല്ലേ? മുകളിൽ പറഞ്ഞവയെല്ലാം. ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ചോദ്യോത്തര രൂപത്തിലായിരിക്കണം മരണമൊഴി രേഖപ്പെടുത്തേണ്ടത്. അത് ഓപ്ഷൻ ബി ആത്മഹത്യാ കുറിപ്പുകൾ മരണമൊഴിയായി പരിഗണിക്കാവുന്നതാണ്. ഓപ്ഷൻ സി 2ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 2ഉം തെറ്റാണ്. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ട്, പിന്നെ 2 ശരിയാണോ 2ഉം തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ചോദ്യോത്തര രൂപത്തിലായിരിക്കണം മരണമൊഴി എടുക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ മരണമൊഴിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് മരണമൊഴി ചോദ്യോത്തര രൂപത്തിലാണ് എടുക്കേണ്ടത് എന്ന് നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പുകൾ മരണമൊഴിയായി പരിഗണിക്കാവുന്നത് അത് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആത്മഹത്യാ കുറിപ്പുകൾ നമ്മൾ മരണമൊഴിയായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്താൽ 2 ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 2ഉം ശരിയാണെന്നുള്ളതാണ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏത്? അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വകുപ്പ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 119 വരുന്നത്. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 119 വരുന്നത്. സെക്ഷൻ 119 വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ശിക്ഷ എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് ഏതെങ്കിലും ഒരു വ്യക്തി പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളോ പ്രവൃത്തികളോ ചെയ്യുകയോ അതുപോലെ തന്നെ ഏതൊരു സ്ഥലത്ത് വെച്ചും സ്ത്രീകളുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഫോട്ടോയോ വീഡിയോ എടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ കുറ്റസ്ഥാനത്തിനു മേൽ 3 വർഷം വരെ ആവാവുന്ന തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ ഇവ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടത് ആണ് എന്നാണ് അതിൻ്റെ ശിക്ഷ വരുന്നത്. അപ്പോൾ സെക്ഷൻ 119 മറക്കല്ലേ. സെക്ഷൻ 119 വരുന്നത് എന്താണ്? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 119 വരുന്നത്. ക്ലിയർ ആയേ?
മറക്കല്ല, ഈ സെക്ഷൻ 134, 147, 152 ഒന്നും നമ്മുടെ സിലബസ് ഇല്ല, അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണം തടയണം എന്ന ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണം, അതായത് ഡ്യൂട്ടി തടയണം എന്ന ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5 വർഷം തടവ്, 5 വർഷം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ, അതുപോലെ തന്നെ 5 വർഷം തടവ് 25,000 രൂപ പിഴ, 3 വർഷം തടവ് 10,000 രൂപ പിഴ, ഓപ്ഷൻ ഡി 3 വർഷം തടവ് 20,000 രൂപ പിഴ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. IP സെക്ഷൻ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 117 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 117 പഠിച്ചിട്ടുള്ളത് പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. നമ്മൾ IP സെക്ഷൻ 117 പഠിച്ചിട്ടുള്ളതാണ്. പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പഠിച്ചതാണ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3 വർഷം തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴ. 3 വർഷം തടവ് 10,000 രൂപ പിഴ എന്നാണ്, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണം തടയണം എന്ന ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുക കയ്യേറ്റം ചെയ്യുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ എന്താണ്? സെക്ഷൻ 117, കേരള പോലീസ് ആക്ട് സെക്ഷൻ 117. അതുപോലെ തന്നെ അതിൻ്റെ ശിക്ഷ വരുന്നത് എത്രയാണ്? 3 വർഷം തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യന്, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 താഴെ കൊടുത്തതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ, ഓപ്ഷൻ ബി സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം, ഓപ്ഷൻ സി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം, ഓപ്ഷൻ ഡി പോലീസ് ട്രാഫിക് ക്രമീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അപ്പോൾ സെക്ഷൻ 37 എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് പോകാം. സെക്ഷൻ 37 എന്താണ് വരുന്നത്? കേരള പോലീസ് ആക്ട് സെക്ഷൻ 37 നമ്മൾ പഠിച്ചതാണ്. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെക്കുറിച്ച് പഠിച്ചതാണ്. സെക്ഷൻ 37 മറക്കല്ലേ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസൂടെ പറഞ്ഞങ്ങ് പോകാമേ. ബാക്കിയുള്ള ഓപ്ഷൻസൂടെ പറഞ്ഞു പോവുക. കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ ഏത് സെക്ഷനാണ് വരുന്നത്? സെക്ഷൻ 38 ആണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 38 നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം വരുന്നത് എത്രയാണ്? കേരള പോലീസ് ആക്ട് സെക്ഷൻ 21 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം വരുന്നത് എത്രയാണ്? സെക്ഷൻ 21 സെക്ഷൻ 20 അല്ല സോറി പെട്ടെന്ന് ഓർത്തപ്പം തെറ്റിപ്പോയതാണ്. സെക്ഷൻ 21 വരുന്നത് എന്താണ്? പ്രത്യേക വിങ്ങുകളും യൂണിറ്റുകളും ബ്രാഞ്ചുകളും സ്ക്വാഡുകളുമാണ് വരുന്നത്. സെക്ഷൻ 29 സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം വരുന്നത്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 61 സെക്ഷൻ 61 പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടത് നിയന്ത്രിക്കുന്നതും സെക്ഷൻ 61 സെക്ഷൻ 61. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുകൂടെ പറഞ്ഞു പോകാം. കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ കേരള പോലീസ് ആക്ട് സെക്ഷൻ 38. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥലങ്ങളിലേക്കുള്ള പോലീസ് പ്രവേശനം കേരള പോലീസ് ആക്ട് സെക്ഷൻ 37. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം കേരള പോലീസ് ആക്ട് സെക്ഷൻ 29. പോലീസ് ട്രാഫിക് ക്രമീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും കേരള പോലീസ് ആക്ട് സെക്ഷൻ 61. ക്ലിയർ ആയേ? അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ആവർത്തിച്ചാലാണ് NDPS ആക്ട് പ്രകാരം വധശിക്ഷ ലഭിക്കുന്നത്? അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ആവർത്തിച്ചാലാണ് NDPS ആക്ട് പ്രകാരം വധശിക്ഷ ലഭിക്കുന്നത്? അപ്പം നമുക്ക് 4 സെക്ഷൻസ് തന്നിട്ടുണ്ട്. 4 സെക്ഷൻസിന് ബന്ധപ്പെട്ട ഏതൊക്കെ കുറ്റങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക്. ഒന്നെന്ന് പറഞ്ഞാൽ സെക്ഷൻ 19, 2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 21, 3 എന്ന് പറയുന്നത് സെക്ഷൻ 24, 4 സെക്ഷൻ 27A ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 3, 4, ഓപ്ഷൻ സി 1, 2, 3, 4, അതുപോലെ ഓപ്ഷൻ ഡി 2, 4. അപ്പോൾ ഏതൊക്കെ കുറ്റങ്ങൾ ആവർത്തിച്ചാലാണ് ലഭിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
പഠിച്ചിട്ടുള്ളത്. അതിന് സെക്ഷൻ 19 ഓർത്ത് വെച്ചോ, സെക്ഷൻ 19, അതുപോലെ തന്നെ സെക്ഷൻ 24, സെക്ഷൻ 27A ആവർത്തിച്ചാലാണ് വധശിക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്? 1, 3, 4. 1, 3, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം സെപ്പറേറ്റ് എന്താണെന്ന് അറിയണം. എന്നിട്ട് നമുക്ക് പറഞ്ഞു 19 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? 19 എന്ന് പറഞ്ഞാൽ NDPS ആക്ട് 19 എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് NDPS ആക്ട് 19 പറയുന്നത്. അതായത് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. ആ ലഭിക്കുന്ന ശിക്ഷ എന്താണ് ശിക്ഷ എന്താണ്? അനധികൃതമായി കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 മുതൽ 20 വർഷം വരെ ഉള്ള തടവ് ശിക്ഷയും അതുപോലെ തന്നെ 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് കറുപ്പ് മോഷ്ടിച്ചാലുള്ള സെക്ഷൻ 19 പ്രകാരം. അടുത്തത് സെക്ഷൻ 24 എന്താണ് പഠിച്ചത്? സെക്ഷൻ 24 നമ്മൾ പഠിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്താൽ 10 വർഷം മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് സെക്ഷൻ 24 NDPS ആക്ട് സെക്ഷൻ 27A വരുന്നത് എന്താണ് നമ്മൾ പഠിച്ചത്? അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെപ്പറ്റിയാണ് നമ്മൾ NDPS ആക്ട് സെക്ഷൻ 27A പഠിച്ചത്. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ്? സെക്ഷൻ 27A പ്രകാരമുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്താൽ 10 മുതൽ 20 വർഷം വരെയുള്ള തടവു ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. അപ്പം നമ്മൾ ഇത് പഠിച്ചേ, ഇത്ര 3 സെക്ഷൻസ് നമ്മൾ പഠിച്ചേ. അതായത് സെക്ഷൻ 19, 24, 27A ഈ 3 കുറ്റങ്ങൾ, അതായത് ഈ 3 സെക്ഷനിലുള്ള കുറ്റങ്ങൾ ആവർത്തിച്ചാലുള്ള സെക്ഷനാണ് പറയുന്നത് NDPS ആക്ട് സെക്ഷൻ 31A. NDPS ആക്ട് സെക്ഷൻ 31A അതായത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയാണ് NDPS ആക്ട് സെക്ഷൻ 31A. ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ആൻസർ വരുന്നത്. അതായത് കുറ്റങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയെ പറ്റിയുള്ള NDPS ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 31A എന്ന് പറയണം. അതുപോലെ തന്നെ ഏതൊക്കെ സെക്ഷനിലെ കുറ്റങ്ങൾ ആവർത്തിച്ചാലാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ 19, 24, 27A ആണ്. അതായത് സെക്ഷൻ 31A എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷ. അതായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. സെക്ഷൻ 19, 24, 27A ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളോ ലഹരി മരുന്നുകളോ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള അളവിന് തുല്യമോ അതിൽ കൂടുതലോ ഉൽപ്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പ്രവർത്തനത്തിന് നേരിട്ടോ അല്ലാതെയോ ധനസഹായം നൽകുകയോ ചെയ്താൽ സെക്ഷൻ 31 പറഞ്ഞതിൽ കുറയാത്ത ശിക്ഷയോ, അതായത് പരമാവധി ശിക്ഷയുടെ 1 ഇരട്ടി ശിക്ഷയോ പരമാവധി പിഴയോ അല്ലെങ്കിൽ പിഴയുടെ 1 ഇരട്ടിയോ ലഭിക്കും. അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കും. വധശിക്ഷയ്ക്ക് അർഹനാവുന്നതാണ്. അപ്പം ഒന്നുകൂടെ പറയാം. സെക്ഷൻ 19, 24, 27 ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അത് ആവർത്തിച്ചാലുള്ള ശിക്ഷയാണ് പറയുന്നത് സെക്ഷൻ 31A. ഇത് മറക്കല്ലേ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ഗവൺമെൻറ് ഔദ്യോഗിക ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ. അപ്പം എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്താണ്? പരമാവധി ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് 1 വർഷം കഠിന തടവാണോ, അതുപോലെ 1 വർഷത്തെ സാധാരണ തടവാണോ, 3 വർഷത്തെ കഠിന തടവാണോ, അതുപോലെ തന്നെ 3 വർഷത്തെ സാധാരണ തടവാണോ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്ഷൻ എ 1 വർഷത്തെ കഠിന തടവാണ്. അപ്പോൾ ഏത് സെക്ഷനാണ് വരുന്നത്? സെക്ഷൻ 27 അല്ലേ വരുന്നത്? സെക്ഷൻ 27 അല്ലേ? അതായത് സെക്ഷൻ 27 അല്ലേ വരുന്നത്? മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ്. സെക്ഷൻ 7 ആണ് വരുന്നത്. 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമാണ് ലഭിക്കുന്നത്. സെക്ഷൻ 27 ആണ് NDPS ആക്ട് വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകാം. 15ാമത്തെ ചോദ്യം.
IT ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചാരണം എന്നീ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചിരിക്കുന്നത്. IT ആക്ട് സെക്ഷൻ 67B നമുക്കറിയാം ചൈൽഡ് പോണോഗ്രഫിയാണ് വരുന്നത്. അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചാരണം എന്നീ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്ത് ശിക്ഷയാണ് കിട്ടുന്നതെന്നാണ്. ഓപ്ഷൻ എ 10 വർഷം വരെ തടവ്, 5 ലക്ഷം രൂപ പിഴ. അതുപോലെ തന്നെ ഓപ്ഷൻ ബി 5 വർഷം വരെ തടവ്, 7 ലക്ഷം രൂപ പിഴ. ഓപ്ഷൻ സി 10 വർഷം വരെ തടവ്, 7 ലക്ഷം രൂപ വരെ പിഴ. ഓപ്ഷൻ ഡി വരുന്നത് 5 വർഷം വരെ തടവ്, 10 ലക്ഷം രൂപ വരെ പിഴ. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 5 വർഷം വരെ തടവ്, 5 വർഷം വരെ തടവ്, 10 ലക്ഷം രൂപ പിഴയാണ് സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫിക്കുള്ള ശിക്ഷ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. 16ാമത്തെ ക്വസ്റ്റ്യൻ. IT ആക്ട് ഭേദഗതി നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോഴെന്നാണ്? IT ആക്ട് ഭേദഗതി നിയമമാണ്, IT ആക്ട് നിയമമല്ല. IT ആക്ട് ഭേദഗതി നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഒക്ടോബർ 27 ആണോ? ഓപ്ഷൻ എ 2009 ഒക്ടോബർ 27 ആണോ? ഓപ്ഷൻ ബി 2009 ഒക്ടോബർ 17 ആണോ? ഓപ്ഷൻ സി 2009 ജൂൺ 9 ആണോ? അതുപോലെ തന്നെ ഓപ്ഷൻ ഡി 2009 ഓഗസ്റ്റ് 1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2009 ഒക്ടോബർ 27 ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 2009 ഒക്ടോബർ 27 IT ആക്ട് ഭേദഗതി നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് IT ആക്ടിനെ പറ്റി എല്ലാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ 17ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗികാതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണെന്ന്? ഓപ്ഷൻ എ 3 വർഷം തടവ്, ഓപ്ഷൻ ബി 5 വർഷം തടവ്, ഓപ്ഷൻ സി 7 വർഷം തടവ്, ഓപ്ഷൻ ഡി 10 വർഷം തടവ്. അപ്പോൾ ഇത് ഏത് സെക്ഷനാണ്? സെക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. സെക്ഷൻ 7 ഇത് വരുന്നത്. ലൈംഗിക ആക്രമണത്തെക്കുറിച്ചാണ് വരുന്നത്. പോക്സോ ആക്ട് സെക്ഷൻ 7 ലൈംഗിക ആക്രമണത്തിലാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം മുതൽ 5 വർഷം വരെ തടവ്, കുറഞ്ഞത് 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടുമേ ലഭിക്കുന്നതെന്നാണ് അതിൻ്റെ ശിക്ഷ വരുന്നത്. അപ്പോൾ കുറഞ്ഞത് 3 വർഷമല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. കുറഞ്ഞത് 3 വർഷം തടവാണ്. അപ്പോൾ സെക്ഷൻ 7 ലൈംഗിക ആക്രമണം ആയിട്ട് അതിലത്തെ ശിക്ഷയാണ് പറയുന്നത് കേട്ടോ, പോക്സോ ആക്ടിലെ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പ്രസ്താവിക്കുന്ന വകുപ്പ്. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പ്രസ്താവിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 20 ആണോ? ഓപ്ഷൻ ബി സെക്ഷൻ 22 ആണോ? ഓപ്ഷൻ സി സെക്ഷൻ 23 ആണോ? ഓപ്ഷൻ ഡി സെക്ഷൻ 25 ആണോ? അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്ഷൻ 23 ആണ് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പോക്സോ ആക്ടിലെ വകുപ്പാണ് പോക്സോ ആക്ട് സെക്ഷൻ 23. അതുപോലെ തന്നെ നമ്മുടെ സിലബസ് എന്നുള്ള വേറെ സെക്ഷനാണ് സെക്ഷൻ 22. നമ്മൾ പഠിച്ചാണ് വ്യാജ വ്യാജ പരാതികൾക്കുള്ള ശിക്ഷയാണ് വരുന്നത്. വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള പോക്സോ ആക്ടിലെ ശിക്ഷയാണ് സെക്ഷൻ 22 വരുന്നത്. ആ ശിക്ഷ എന്താണ്? 6 മാസം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ അല്ലെങ്കിൽ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിക്കുന്നതാണ് സെക്ഷൻ 22 പ്രകാരം. അതുപോലെ തന്നെ കുട്ടികളാണ് വ്യാജ പരാതി നൽകുന്നതെങ്കിൽ ശിക്ഷയില്ല എന്നാണ് സെക്ഷൻ 22 പ്രകാരം പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്, അടിപൊളി ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച ആദ്യ പോലീസ് സ്റ്റേഷൻ. ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ലക്നൗ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പൂനെയിലാണ്. അപ്പോൾ നിങ്ങളിത് മറക്കല്ലേ, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓപ്ഷൻ സി പൂനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച ആദ്യ പോലീസ് സ്റ്റേഷൻ വരുന്നത് പൂനെയാണ്, പൂനെ പോലീസ് സ്റ്റേഷനാണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യന്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തും. 4 പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ 4 നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിവരാവകാശ നിയമപ്രകാരം രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ നൽകണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാം അപ്പീലിൻ്റെ മറുപടി 90 ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ നൽകണം. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അപേക്ഷ നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മളോട് ചോദിക്കുന്നത്? തെറ്റായ പ്രസ്താവനകൾ കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ നൽകണം. അത് ശരിയായിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാം അപ്പീൽ 30 ദിവസത്തിനകവും അതുപോലെ തന്നെ രണ്ടാം അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്തത് രണ്ടാം അപ്പീലിൻ്റെ മറുപടി 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നിഷ്കർഷിച്ചിട്ടില്ല, പ്രത്യേക സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ രണ്ടാം അപ്പീലിന് മറുപടി 90 ദിവസത്തിനുള്ളിൽ നൽകണമെന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ നൽകണം. മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ നൽകണം, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ നാലാമത്തേത് അപേക്ഷ നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കിപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഏത് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണോ അയാൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് ഒന്നാം അപ്പീലിന് അപേക്ഷ നൽകേണ്ടത്. അതും റെഡി ആയില്ലേ. രണ്ടാം അപ്പീൽ നൽകേണ്ടത് നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ അതോറിറ്റിക്കാണ് നൽകേണ്ടത്. ക്ലിയർ ആയി? അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് ചോദിച്ചത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്രയും വർക്കൗട്ട് ചെയ്തത്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മളൊരു 100ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 100ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 50ഓളം ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യങ്ങളുടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് മോഡൽ ക്വസ്റ്റ്യൻ ആയാലും മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആയാലും നമ്മളൊരു റിവിഷൻ പോലാണ് ക്ലാസ് എടുത്തത്. അതായത് അതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് പോവുക എന്ന രീതിയിലല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് പോയിൻറ്റ്സ് പറഞ്ഞ് ബാക്കിയുള്ള ഓപ്ഷനിലുള്ള സെക്ഷൻസും പറഞ്ഞ് നിങ്ങൾക്ക് റിവിഷൻ എന്ന രീതിയിൽ മാക്സിമം ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മോഡൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ശനിയാഴ്ചയാണ് എക്സാം. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് ഒന്ന് കാണുക. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സസ് കൂടെ ഒന്ന് കാണുക. മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സസും മോഡൽ ക്വസ്റ്റ്യൻസും കാണാതെ ദയവ് ചെയ്ത് എക്സാമിന് പോകല്. മാക്സിമം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം നമുക്കൊരു സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് എങ്ങനെയാണ് തരേണ്ടത്? ലൈക്കിലൂടെയാണ് തരേണ്ടത്. ലൈക്കിലൂടെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്താണ് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ 5 മോഡൽ ക്വസ്റ്റ്യൻ, അതായത് 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളിൽ ഏകദേശം 50-60ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 5-6 വീഡിയോസ് നിങ്ങൾ മാക്സ്റ്റായിട്ടൊന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ എല്ലാം നമ്മുടെ തലയിൽ നിൽക്കും. അപ്പം എല്ലാം തലയിൽ നിൽക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പിക്കിലോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ വളരെ ലളിതമായിട്ട് ഉദാഹരണങ്ങൾ രീതിയിലുമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സസ് കൂടെ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 8-ാം തീയതിയാണ് എക്സാം. അപ്പോൾ മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മാക്സിമം നമുക്ക് ഇനിയിപ്പം സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട 20 മാർക്കിൽ ഒരു 18-17 മാർക്ക് മുകളിൽ നമുക്ക് സ്കോർ ചെയ്തേ പറ്റൂ. നമുക്കറിയാം കോമ്പറ്റീഷനാണ്. അപ്പം അങ്ങനെ സ്കോർ ചെയ്യത്തക്ക വിധത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ബാക്കിയെല്ലാം ഇനി നമുക്ക് എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ എല്ലാവർക്കും ഒരു 20-20 മാർക്ക് നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും 20-20 മാർക്കും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റോടെ ചെയ്യണേ. അതുപോലെ തന്നെ ഷെയറോടെ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഓൾ.